ആത്മീയതയിൽ, ആത്മീയ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കുന്നതായ ആളുകൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. പ്രിയ മാതാപിതാക്കളെ, ദീർഘകാലമായിട്ട് ആത്മീയത കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? 20, 30, 40, 50 വർഷങ്ങളായിട്ട് ആത്മീയ ജീവിതം നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ദൈവദാസന്മാരെ, സുവിശേഷകരെ, പ്രബോധകന്മാരെ, വളരെ ശ്രേഷ്ഠമായ അത്ഭുതകരമായ രീതിയിൽ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ പിശാച് എന്തു ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ചുറ്റുപാടും ഉള്ള ആളുകളിൽ കൂടി നമ്മെ നിന്ദിക്കുവാനും നമ്മെ അപമാനിക്കുവാനും നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തുവാനും ശ്രമിക്കും. പിശാചിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടണം, നമ്മുടെ സാക്ഷ്യം ഇല്ലാതെയാകണം, നമുക്കുണ്ടായിരിക്കുന്ന ജീവിത വിശുദ്ധി നഷ്ടപ്പെടാനിടയാകണം, നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടണം, ഫലമായിട്ട് നമ്മൾ ദൈവത്തെ വിട്ട് അകലുവാൻ ഇടയാകണം. അങ്ങനെ ദൈവം നമുക്കൊരുക്കി വച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളെയെല്ലാം നമുക്ക് നഷ്ടമാക്കി കളയണം. അതാണ് പിശാചിന്റെ തന്ത്രം. മോശെ പറയുകയാണ്, നിങ്ങൾ കാരണമായിട്ട് ഞാൻ തെറ്റു ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ദൈവം എന്നെ ശാസിച്ചു. അതുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, നീ മാത്രം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കരുത്. അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ മോശ പിന്നെയും, കർത്താവേ, ദൈവമേ, ഒരു പ്രാവശ്യം എന്നെ അവിടെ കടത്തണമേ. 39 വർഷങ്ങളോളം അങ്ങയുടെ വാക്ക് മറികടക്കാതെ ഈ ജനങ്ങൾ എത്രയോ നിന്ദിക്കുകയും എന്നെ തിരസ്കരിക്കുകയും ചെയ്തപ്പോഴും ഞാൻ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടുകൂടി ജനത്തെ നടത്തുവാനിടയായി. ദൈവമേ, ഒരിക്കൽ എനിക്കതൊന്ന് കാണുവാനിടയാക്കണമേ. അപ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുവാനിടയായി, മോശേ, ഞാൻ എത്രയ്ക്ക് സ്നേഹമുള്ളവനാണ്, അതുപോലെ തന്നെ ഞാൻ കൃത്യനിഷ്ഠയുള്ളവനുമാണ്. പാപത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഇനിയും നീ ഒരിക്കലും വാഗ്ദത്ത ദേശത്തേക്ക് കടന്നോട്ടെ എന്ന് എന്നോട് ചോദിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് കോപിച്ചുവെന്നാണ്. അങ്ങനെ കോപിച്ച ദൈവം പറഞ്ഞു, ശരി മോശേ, ഒരു കാര്യം ചെയ്യൂ. എന്താണ് കർത്താവേ? ഞാനൊരു പ്രാവശ്യം അവിടെ പോയി വരട്ടെ. നടക്കില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പറയാം. ആ ദിവസം മോശയോട് ദൈവം മലമുകളിൽ കയറുക എന്ന് പറഞ്ഞു. എന്നാൽ മോശെ ആ മലമുകളിൽ കയറിയ ശേഷം ആ ദേശത്തെ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം, ശരി കർത്താവേ, ദേശത്തെ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം, മോശേ, അതാണ് നിന്റെ ജീവിതത്തിലെ അവസാന കാഴ്ച, അതാണ് നിന്റെ ജീവിതത്തിലെ അവസാന ദിനം, അതാണ് നിന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ. മല കയറിപ്പോയ നീ പിന്നെ താഴേക്ക് വരിക ഇല്ല. ആവർത്തന പുസ്തകം 32:49 നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. നിന്റെ സഹോദരനായ അഹ്രോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. എന്തുകൊണ്ടാണ് നിനക്ക് വാഗ്ദത്ത ദേശത്ത് കടക്കാൻ കഴിയാത്തതെന്നറിയാമോ? മോശേ, നീ എന്നോട് ചോദിക്കരുത്, എന്നോട് പിറുപിറുക്കരുത്. ഞാൻ കാരണം പറയാം. എന്തുകൊണ്ടാണ് വാഗ്ദത്ത ദേശത്ത് നിനക്ക് കടക്കാൻ കഴിയാത്തത്? എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹ ജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായിക കൊണ്ടും തന്നെ. ഈ ശിക്ഷയുടെ കാരണം ഞാൻ കഠിനഹൃദയമുള്ളവനാകൊണ്ടല്ല. ഈ ശിക്ഷ നീ നിന്റെ കൈകൊണ്ട് തന്നെ വരുത്തി വച്ചതാണ്. കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ, എടുത്തുചാട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ നിന്റെ വായിൽ നിന്നും അനാവശ്യമായ വാക്കുകൾ വരുവാനിടയായി അതുപോലെ കോപത്തെ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് അത്ഭുതകരമായ വാഗ്ദത്ത ദേശത്ത് കടക്കുവാൻ നിനക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് സഹോദരാ, സഹോദരി, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചവനായ മോശെ, നീതിയോടെ വിശുദ്ധിയോടെ 39 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവനായ മോശെ,
ഒരു ദിവസം ചുറ്റുപാടും നിന്നതായ ആളുകളുടെ അനാവശ്യമായ സംസാരം കാരണം കോപത്തെ ശമിപ്പിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടവനായ മോശയെ ദൈവം എന്താണ് ചെയ്തത്? മോശയെ ശിക്ഷിക്കുവാനിടയായി. എങ്കിൽ നമ്മളെത്ര ജാഗ്രതയോടെയായിരിക്കണം. മോശയ്ക്ക് പോലും ശിക്ഷ ലഭിച്ചുവെങ്കിൽ നമ്മൾ എത്ര ഭയഭക്തിയോടെ, എത്ര സൂക്ഷ്മതയോടെയാണ് ജീവിക്കേണ്ടത്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ആ മല കയറുന്നതായ സമയത്ത് മോശയ്ക്കറിയാം തന്റെ ജീവിതത്തിലെ അവസാന ദിവസമാണ് അതെന്ന്. വാഗ്ദത്തദേശം കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മോശയ്ക്കറിയാമായിരുന്നു അത് അവസാനമായ കാഴ്ചയാണെന്ന്. അതാകുന്നു തന്റെ അവസാന ദിവസമെന്ന്. അവിടെ വെച്ച് തന്റെ കഥ കഴിയാൻ പോവുകയാണ്, തന്റെ അവസാന നിമിഷങ്ങൾ അടുക്കുകയാണെന്ന് തനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും അത്ര ധൈര്യത്തോടുകൂടി ആ മല കയറിയെന്ന് പറയുമ്പോൾ, അവിടെ വെച്ച് തന്നെ മരിക്കുമെന്നറിഞ്ഞുകൊണ്ട് ആ മല കയറിയെന്ന് പറയുമ്പോൾ മോശയ്ക്കറിയാമായിരുന്നു ആ മലമുകളിൽ താൻ ഒറ്റയ്ക്കായിരിക്കുകയല്ല, മറിച്ച് പിതാവേ നീയും അവനോട് കൂടെയുണ്ടെന്ന്. ഞാൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോവുകയല്ല, എന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ പ്രത്യാശ എത്ര അത്ഭുതകരമായതാണ്, എത്ര വലിയ സ്വസ്ഥതയും സമാധാനവും നൽകുന്നതാണ്. കർത്താവേ, ഈ ഒരു പ്രത്യാശ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ത്യശ്വാസം വരെയും നൽകണമേ. എല്ലായ്പ്പോഴും നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, നിന്റെ ഹിതപ്രകാരം നീതിയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടുകൂടി നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.